ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് കാലമായി ലോങ് വീഡിയോ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു ലോങ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോസറക്സിന്റെ ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടല്ലോ. നമ്മുടെ പേളി മണി ഷോന്റെ അകത്ത് ടൊവിനോ പറയുന്നുണ്ടായിരുന്നു, ടൊവിനോന്റെ ഒരു മോയ്സ്ചറൈസർ, ടൊവിനോ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ഈ സാധനം അത്ര ട്രെൻഡ് ആയിട്ടില്ല, എന്നാലും ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, എന്നാലും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഇത് സ്നെയിലിന്റെ സാധനം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഇത് യൂസ് ചെയ്യാൻ. അപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് ആ സാധനം. കോസാറെക്സിന്റെ സ്നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീം ആണിത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ വരുന്നത് ഈ ഒരു സാധനത്തിനെ കുറിച്ചാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏതൊക്കെ സ്കിൻ ടൈപ്പ്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതും, ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും, ഇത് എപ്പോൾ ഉപയോഗിക്കണമെന്നും, പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ് വരുന്നത് എന്നും, ഇതൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓവർ ലാഗ് പിടിപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് പറ്റും എന്നുള്ളത് നോക്കാം. ഇപ്പം എന്റെ സ്കിന്നിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ സ്കിൻ ആണ്, അതേപോലെ സെൻസിറ്റീവ് സ്കിൻ ആണ്. പെട്ടെന്ന് എന്താ പറയാ, ഇപ്പൊ എന്റെ ഫേസിൽ പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ ഞാൻ അത് അപ്ലൈ ചെയ്താല് എന്റെ ഫേസിൽ വേഗം പിമ്പിൾസ് വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിന്നാണ്. ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ കുറെ പ്രൊഡക്ട്സ് ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുമായ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇതുപോലെ സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഫേസിൽ പിമ്പിൾ വരും. അപ്പം അതുകൊണ്ട് എനിക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെയാണ് ഈ സാധനം ഇപ്പൊ ഞാൻ 3 വീക്സ് കഴിയാനായിട്ടുണ്ട് ഈ സാധനം ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, യാതൊരു പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഈ ഓയിൽ സ്കിന്നിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പറ്റിക്കൂടായ്മ എന്നല്ല ഞാൻ പറയുന്നത്. ഡ്രൈ സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും, ഓയിൽ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ എന്താ പറയാ, സ്പീഡ് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഇങ്ങനെ കളകളെന്ന് പറയുന്നത് ഇതാവാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതുപോലെ തന്നെ ഇതിന്റെ ടെക്സ്ചർ എന്ന് വെച്ചാല് കുറച്ചിങ്ങനെ ഒരു പശപ്പശപ്പ് പോലെ ഇരിക്കുന്ന ഒരു ടെക്സ്ചർ ആണ്. എന്ന് വിചാരിച്ച് ആ ഒരു പശപ്പശപ്പ് ഉള്ളത് കൊണ്ട് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റൂല എന്നല്ല അതിന്റെ ഒരു ഇത്. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇതും നമുക്ക് മനസ്സിലാവാം. പിന്നെ ഈ അലർജി അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ചിലപ്പോൾ അലർജി ഉള്ളവർക്കൊന്നും ചിലപ്പം ഇത് പറ്റിക്കൂടായ്മല്ല. ഈ ഡ്രൈ സ്കിൻ ആയിരിക്കും ഒന്നും കൂടിയും എനിക്കിത് ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിന്റെ ആ ഒരു ടെക്സ്ചർ ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയാ, ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം എങ്ങനെയാന്ന് വെച്ചാൽ. എന്താ കണ്ടോ, ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ടോ ഭയങ്കര പശപ്പായിട്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഒരു അടപ്പും കൂടി വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ ബോട്ടിൽ പുതിയതാണ്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, എന്റെ വീട്ടിൽ ഇവിടെ ഒരു ചെറുതുണ്ട്. അപ്പോൾ അത് ഞാൻ എന്റെ ഫസ്റ്റത്തെ ബോട്ടിൽ ഒരു സങ്കടം വരെ, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ എന്താ പറയാ, അപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് അത് കുറെ ഉപയോഗിക്കാൻ കഴിയാണ്ട് വേസ്റ്റ് ആയി പോകാന്ന് പറയുമ്പോൾ, എൻ്റെ ഇവിടെ ഒരു ചോട്ടയുണ്ട്. ആ ചോട്ടന്റെ പണിയാണ് ഞാൻ കുറച്ചും കൂടി യൂസ് ചെയ്ത് വന്ന്. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഓളം വക കുറച്ച് അല്ലറച്ചില്ലാത്ത പരിപാടികളായി. ബോട്ടിലിൽ ഫുൾ ഓള് തീർത്താനി എന്താ കാട്ടിയൊന്നും എനിക്കറിയില്ല, തീർത്താനി. അപ്പൊ ഞാൻ എന്നിട്ട് വീണ്ടും ഇത് ഓർഡർ ചെയ്തതാണ്. പിന്നെ എനിക്ക് ഇന്നലെ വരെ ഒപ്പിക്കാനുള്ളത് ആ ബോട്ടിൽ ഞാൻ തുടച്ച് വടിച്ചെടുത്ത്. കാരണം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തോനൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഇത് ഒന്നാമത് കണ്ട ഇതിന്റെ ടെക്സ്ചർ നോക്ക്, ഭയങ്കര കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര പശപ്പശപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് മതി, നമുക്കത് ഭയങ്കര സ്പ്രെഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ടെക്സ്ചർ വരുന്നത്. കണ്ടോ, ഇതില് ഓരോരുത്തർ വീഡിയോയിൽ കമന്റിൽ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഒച്ചിന്റെ അതായത് ഒച്ചിപ്പ നടന്ന്
നമ്മളെ വീട്ടിലൊക്കെ കാണാറില്ലേ, ഒച്ച ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ, അതായത് ഒച്ച പോയ സ്ഥലത്ത് കൂടെ ഒരു ഇങ്ങനെ ഇതേപോലത്തെ ഒരു പശയുടെ ഒരു ടെക്സ്ചർ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ആ സാധനം വെച്ച് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണ എന്തോന്നാണ്, കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പൊ അതാണ് ഒച്ചിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കി കമന്റ് ഇടുന്ന ഓരോ വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതെന്നാണ്, എന്താ പറയാ, ആ ഒരു സാധനം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണ ഒരു സംഭവമാണ് ഇത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പൊ വാങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ പാച്ച് ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മുടെ കയ്യിന്റെ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ഈ എൽബോന്റെ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉണ്ടാ ഭയങ്കര എന്താ പറയാ, നല്ല ഗ്ലോ തരും കേട്ടോ. ഇതിന്റെ ബെസ്റ്റ് ആയിട്ട് വെച്ചാൽ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് ഗ്ലോനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയെ ഹോൾഡ് ചെയ്യുന്ന, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഫീൽ ചെയ്തിരിക്കുന്നതല്ല, ശരിക്കും അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കണ്ട ഭയങ്കര ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയ്യിലൊന്ന് ഇവിടെ അല്ലെങ്കിൽ എൽബോനോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ അങ്ങനത്തെ എന്തെങ്കിലും പറ്റായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് എഫക്ട് ചെയ്യും. അങ്ങനെ ഉണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. ഞാൻ നല്ലൊരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തോളൂ. എന്നതിന് ശേഷം നോക്കിയിട്ട് നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ അലർജി കാര്യങ്ങൾ അങ്ങനെയുള്ളവരൊന്നും ഇത് ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്, ഞാൻ എപ്പോഴും പറയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിത് നൈറ്റാണ് യൂസ് ചെയ്യാറ്. നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മോർണിംഗിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നൈറ്റ് യൂസ് ചെയ്യാം. മോർണിംഗിൽ യൂസ് ചെയ്യാണ്ടെന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കൂടാതെ മിക്ക ആൾക്കാരും ഇത് നൈറ്റാണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം, നോർമൽ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാം. എന്നതിന് ശേഷം ഇപ്പം ചില വീഡിയോസിലൊക്കെ അധികം ആൾക്കാരും പറയുന്നുണ്ട് നമ്മളിത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വല്ല ടോണറോ വല്ല സീറോ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്കതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഫേസ് വാഷ് ചെയ്ത് നേരെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യലാണ്. എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ടോ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ സീറം യൂസ് ചെയ്ത് അതിന്റെ മുകളിൽ ഇതൊക്കെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് അതിന്റെ എഫക്റ്റ് കുറച്ച് കുറയുന്ന പോലെ ഫീൽ ചെയ്ത്. അപ്പോൾ എന്താണ് ബെറ്റർ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. നിങ്ങൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യണത് അത് വെച്ചുകൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം നൈറ്റിൽ അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ വാരി പൊത്തി അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആ ഒരു പശപ്പശപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് മതി. അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ എന്താ ലിബാമ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ കിടക്കുക. പിന്നെ മോർണിംഗിലേക്ക് അത് സെറ്റ് ആവും. മോർണിംഗിലേക്ക് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് അതായത് നൈറ്റ് ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ മോർണിംഗിൽ എണീക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കണം. ആ ഒരു മോർണിംഗ് പിന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താ പറയുക, ആ ഒരു ഗ്ലോ പോവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ഗ്ലോ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എന്താ പറയാ, ഭയങ്കര എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല അത്യാവശ്യത്തിലുള്ള ഗ്ലോ എനിക്ക് ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് നൈറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ മുകളിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ അതായത് ഐസിന്റെ ഈ ഒരു ചുറ്റും അത് ആടെ ശ്രദ്ധിക്കുക. ഈ ഐസിന്റെ ഇവിടേക്കൊന്നും അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഐസിന്റെ പുറമേ കൂടെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് നല്ലതല്ല. ഐസിന്റെ ചുറ്റും ആവാണ്ട് ശ്രദ്ധിക്കുക അത് യൂസ് ചെയ്യുന്ന സമയത്ത്. കുട്ടികളുള്ള വീട്ടിൽ നിന്നൊക്കെ പ്രത്യേകം ഇത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെറിയ കുട്ടികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഉറപ്പായിട്ടും. ഇതൊരു 20 ഇയേഴ്സ് മുകളിലുള്ളവർക്ക് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം അതിന് താഴെയുള്ളവർ ഇത് ചെയ്യുന്ന അത്ര നല്ലതല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ച് നോക്കാം. ഇത് ആക്ച്വലി ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ ഗൈസ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിന് 1400 സംതിങ് വരുന്നുണ്ട്, 1500 ആ ഒരു റേറ്റ് ഇതിന് വരുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾ വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. ഈ ഒരു റേഞ്ചിലാണ്
ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറോ ഉണ്ട് ഇപ്പോൾ കൂടുതൽ. ഇതിപ്പോൾ മോയ്സ്ചറൈസർ ആണ്. സീറോ വരുന്ന ഇതുണ്ട്. അതും സീറോ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് ഞാൻ സീറോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് നമുക്ക് എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. കോസ്റെക്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റൊന്നും കിട്ടും. അതല്ല നിങ്ങൾക്ക് എവിടേക്ക് പോയി വാങ്ങാനാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇതിപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ എവിടെയും അവൈലബിൾ ആണ്. പ്രൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ പ്രൈസുള്ള സാധനം വാങ്ങരുത്. അത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാങ്ങുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. പിന്നെ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ ചോദിച്ചാൽ അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഗൈസ്. ഇത് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്ന് വെച്ചാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ സ്കിന്നിലെ എന്താ പറയുക ഗ്ലോ, അതായത് ഇപ്പം നമ്മുടെ സ്കിന്നിൽ ഉള്ള ആക്നീസ് കാര്യങ്ങൾ എല്ലാം പോവും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഗ്ലോ എന്താ പറയുക ഹോൾഡ് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സീക്രട്ട് പറയുന്നത്. നമ്മുടെ ഗ്ലോ ഉണ്ടല്ലോ ഫേസിൽ വരുന്നത് അത് ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ. പിന്നെ യൂസ് ചെയ്യുന്നവർ എന്തായാലും ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യുക. അലർജി കാര്യങ്ങളുള്ളവരൊന്നും യൂസ് ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.